ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫ്രഞ്ച് ഫ്രൈസ് റെസിപ്പി ആയിട്ടാണ്. നമ്മളെപ്പോഴും ഷോപ്പിൽ നിന്നൊക്കെ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിക്കാറുണ്ടല്ലേ, എന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതിന് ഒരുപാട് സമയമോ അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങളോ ആവശ്യമില്ല. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നത് നോക്കാം. അധികം സമയം കളയാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പം ഞാനിതാ ഇത്രയും ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഒരു 7 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് കഴുകിയെടുക്കണം. ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മാത്രം മതി, കാരണം നമ്മൾ ഇതിൻ്റെ തൊലി കളയുന്നുണ്ട്. ഇത് കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട്, അതുകൊണ്ട് അധികം ഒന്നും കഴുകേണ്ട ആവശ്യമില്ല. എല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞു കൊടുക്കണം. എല്ലാ ഉരുളക്കിഴങ്ങിൻ്റെയും തൊലി കളയണം. എല്ലാ ഉരുളക്കിഴങ്ങും തൊലി കളഞ്ഞെടുത്തിട്ട് ഇതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്യണം. നല്ലോണം ചെറുതാക്കി കട്ട് ചെയ്യരുത്. ഞാനിതെങ്ങനെ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. അതിൻ്റെ 4 സൈഡും ഞാൻ ഇതിന് ഉപയോഗിക്കാതെ എടുത്ത് മാറ്റുന്നുണ്ട്. കാരണം ഞാൻ നേരെയുള്ള ആ ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഒരു രൂപം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ സൈഡിലുള്ള ഭാഗം എടുത്ത് കളയുന്നത്. അത് ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നില്ല. അതിന് ശേഷം ഇതാ നമ്മൾ ഇങ്ങനെ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനെയും ഒന്നുകൂടെ കട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യുക. എന്നിട്ട് അതിനെ ഇങ്ങനെയും കൂടെ ഒന്ന് കട്ട് ചെയ്യുക. ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു ഷേപ്പ് ഇതായിട്ടുണ്ട്. നല്ലോണം ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്കത് പൊട്ടിപ്പോവും ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു കുറച്ച് വീതിയും കുറച്ച് കട്ടിയും ഉള്ള രീതിയിൽ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുക്കുക. അത് കുറച്ചുകൂടെ വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ കുറച്ചുകൂടെ ഇതിന് നീളം ഉണ്ടാവും. ഇത് എനിക്ക് കിട്ടിയിട്ടുള്ള ചെറിയ ഉരുളക്കിഴങ്ങായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊരു വലിയ പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. ഇത് കുറച്ച് സമയം തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് അതിൽ നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിങ്ങനെ ചെയ്യുന്നതിന് പകരം ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ട് ഈ കട്ട് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ ചെയ്താൽ മതി. അങ്ങനെ ഇതിനി കുറച്ച് സമയം ഈ വെള്ളത്തിൽ ഇട്ട് വെക്കണം. ഒരു അരമണിക്കൂർ, മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇതിങ്ങനെ വെള്ളത്തിലിട്ട് വെക്കണം. ഇതിൻ്റെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ എക്സ്ട്രാക്റ്റൊക്കെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഉരുളക്കിഴങ്ങൊന്ന് ഫ്രഷായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തിട്ടില്ല നമ്മളിത് ഡയറക്റ്റ് എടുത്തിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ആ ഫ്രഞ്ച് ഫ്രൈസിൻ്റേതായ ക്രിസ്പിനെസ് നമുക്ക് കിട്ടൂല. അതിന് വേണ്ടിയിട്ടാണ് ഇതിനെ കുറച്ച് സമയം വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതെടുത്ത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഇതെടുത്തിട്ടുള്ളത്. ഇതെടുത്തിട്ട് ഒരു അരിപ്പയോ അല്ലെങ്കിൽ ഇതുപോലെ വെള്ളം പോകുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് ഇതിലുള്ള വെള്ളം അതിലേക്ക് ഇട്ടിട്ട് വെള്ളമെല്ലാം കളയണം. ഇതിലുള്ള വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മളിത് 2-3 തവണ വീണ്ടും കഴുകണം. നന്നായി കഴുകണം. അങ്ങനെ വീണ്ടും കഴുകിയെടുക്കുക. ഇനി ഇതുപോലൊരു പാത്രം എടുത്തിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവാൻ ആവശ്യമുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളം ഒന്ന് ചൂടാവണം. കുറച്ച് വെള്ളം എടുത്താൽ മതി. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായാലും മതി. ഞാൻ ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ ഈ ഉരുളക്കിഴങ്ങ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് കുറേ സമയം വേവിക്കണ്ട, കാരണം നമുക്കിത് ഇനിയും ഫ്രൈ ചെയ്യാനുള്ളതാണ്. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ഉരുളക്കിഴങ്ങ് ഇതിൽ നിന്ന് കോരിയെടുക്കാം. ഇതിൻ്റെ വെള്ളം ഇനിയും കളയേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാനിത് വീണ്ടും നേരത്തെ ആ വെള്ളം അരിച്ചെടുത്ത ആ അരിപ്പ പോലുള്ള ആ പാത്രത്തിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് കുറച്ചൊന്ന് ചൂട് പോവണം. ഇപ്പോൾ ഇതിൽ നിന്ന് പുകയൊക്കെ വരുന്നുണ്ട്. ചൂടാറി കഴിയുമ്പോൾ ഇത് വലിയൊരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതിന് മുകളിലേക്കോ അല്ലെങ്കിൽ വലിയൊരു പാത്രത്തിൽ കോട്ടൺ വിരിച്ചിട്ട് അതിന് മുകളിലേക്കോ ഈ പൊട്ടാറ്റോ ഇട്ട് കൊടുക്കണം. എനിക്കിവിടെ അത്ര വലിയ പാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഒരു തുണി കോട്ടൺ വിരിച്ചിട്ട് അതിലേക്കാണ് ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഇട്ടിട്ടും കുറച്ച് സമയം ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം. അങ്ങനെ ചൂടാറി കഴിഞ്ഞിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കണം. ടിഷ്യൂ പേപ്പർ ആണെങ്കിലും ഇങ്ങനെ കോട്ടൺ ക്ലോത്ത് ആണെങ്കിലും ഇതിലുള്ള വെള്ളം 2 സൈഡിലുള്ള വെള്ളം കംപ്ലീറ്റ് ഒപ്പിയെടുക്കണം. ഇതിങ്ങനെ വിരിച്ചിട്ടാൽ തന്നെ തുണിയാണെങ്കിലും പേപ്പർ ആണെങ്കിലും കുറച്ച് വെള്ളം അതിൽ പിടിക്കും. പിന്നെയുള്ള വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത് ഉടഞ്ഞു പോവരുത്. അതുപോലെ തന്നെ നല്ലോണം പ്രസ് ചെയ്യുകയും ചെയ്യരുത്.
ഇങ്ങനെ കംപ്ലീറ്റ് വെള്ളം പോണ വരെ ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതെടുത്ത് നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ വെള്ളം പോയിട്ടുണ്ടെങ്കിൽ. അങ്ങനെ വെള്ളം പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇടണം. ഒരു വലിയ പാത്രത്തിലേക്ക് വേണം ഇടാൻ വേണ്ടിയിട്ട്. ചെറിയ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ ഇത് പൊട്ടിപ്പോവാൻ വേണ്ടി സാധ്യതയുണ്ട്. അതുകൊണ്ട് വലിയൊരു പാത്രം എടുത്തിട്ട് ഈ ഫുൾ വെള്ളം വറ്റി കഴിഞ്ഞാൽ, വെള്ളം പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കണം. ഇതിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നോക്കണം ഇത് എല്ലാ പൊട്ടാറ്റോ പീസിലും ഇത് പിടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിന് പാകമായിട്ടുണ്ടോ എന്ന്. കാരണം ചിലപ്പോൾ നമുക്ക് ഇനിയും കോൺഫ്ലോർ ഇടേണ്ടി വരും. അതിനുവേണ്ടി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട്, ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ എല്ലാ പൊട്ടാറ്റോ പീസിലും കോൺഫ്ലോർ പിടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പിന്നെ 1 സ്പൂണും കൂടെ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്രയാണോ അതിൻ്റെ അളവ് നമ്മൾ ഇട്ട് നോക്കിയിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം അതിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ പിടിക്കാൻ മാത്രം ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ വീണ്ടും ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് കൈ കൊണ്ട് മിക്സ് ചെയ്താൽ കയ്യിലാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിത് ഇങ്ങനെ തന്നെ മിക്സ് ചെയ്യുന്നതാവും നല്ലത്. അങ്ങനെ ഇപ്പോൾ ഇതാ കണ്ടോ, എല്ലാ പീസിലും ആ കോൺഫ്ലവർ പിടിച്ചിട്ടുണ്ട്. ഇതേപോലെയാണ് ഇതാവേണ്ടത്. കുറച്ച് സ്ഥലത്ത് പിടിക്കാതെ കുറച്ച് സ്ഥലത്ത് പിടിച്ചിട്ടും ആവരുത്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഇതിലേക്ക് പൊട്ടാറ്റോ ഇടാൻ പാടുള്ളൂ. നല്ലോണം ചൂടാവാതെ പൊട്ടാറ്റോ ഇട്ട് കഴിഞ്ഞാൽ അത് നന്നായി എണ്ണ പിടിക്കും. എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഈ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് ലോ ഫ്ലെയിം ആക്കി വെക്കണം. ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത്. അതുപോലെ ഇത് കുറേ സമയം ഫ്രൈ ആക്കരുത്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗവും ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും ഇത് കോരിയെടുക്കണം. കാരണം നമ്മളിത് ഒന്നുകൂടെ ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. ചെറുതായി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇത് കോരിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നേരത്തെ ഉണ്ടായിരുന്നതിൽ ബാക്കിയുള്ള ഉരുളക്കിഴങ്ങും കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാ ഉരുളക്കിഴങ്ങും നമ്മളിപ്പോൾ ചെയ്ത പോലെ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഞാനെടുത്ത പൊട്ടാറ്റോ കംപ്ലീറ്റ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറണം. ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതിങ്ങനെ ഒരു പ്രാവശ്യം ഫ്രൈ ചെയ്തിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് പിന്നീട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമുക്ക് വേണ്ടത് മാത്രം ഉണ്ടാക്കിയിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാൻ പറ്റും. ഒരു 2 വീക്സ് വരെയൊക്കെ ഇത് കേടാവാതിരിക്കും. ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി. പിന്നീട് നമുക്ക് ആവശ്യം വരുമ്പോൾ ഇതെടുത്ത് ഫ്രൈ ചെയ്ത് കഴിക്കാൻ പറ്റും. അങ്ങനെ ഫ്രൈ ചെയ്ത പൊട്ടാറ്റോ ചൂടാറിയതിന് ശേഷം വീണ്ടും എണ്ണ ചൂടാക്കിയിട്ട്, എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇത് വീണ്ടും ഒന്നുകൂടെ ഫ്രൈ ചെയ്യണം. ഇപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വേണം ഇടാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം കുറയ്ക്കുകയോ ചെയ്യരുത്, ലോ ഫ്ലെയിം ആക്കുകയോ ചെയ്യരുത്. ഇത് നല്ലോണം ഫ്രൈ ആയി ക്രിസ്പി ആയിട്ട് കിട്ടുന്ന വരെ, ആ ടൈം വരെ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് ഫ്രൈ ആയി, ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് കംപ്ലീറ്റ് നല്ലോണം ഫ്രൈ ആയി വരണം. ഇതുപോലെ 2 ഭാഗവും ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇത് കോരിയെടുക്കണം. കുറേ സമയമൊന്നും വേവിക്കേണ്ട ആവശ്യം വരില്ല. കാരണം ഇത് മുമ്പ് വേവിച്ചതായതുകൊണ്ട്, മുമ്പൊന്ന് ഫ്രൈ ചെയ്തതായതുകൊണ്ട് തന്നെ കുറേ സമയം എടുത്തിട്ട് വേവിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് ഫ്രൈ ആവുമ്പോഴേക്കും ഇത് കോരിയെടുക്കുക. ഇതിലേക്ക് ഇടുമ്പോഴുള്ള സൗണ്ട് കേട്ടാൽ തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം ക്രിസ്പി ആയിട്ടുണ്ടെന്ന്. ശരിക്കും നമ്മൾ വാങ്ങിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസിൻ്റെ അതേ ക്രിസ്പിനെസ് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പൊട്ടാറ്റോ ഇതുപോലെ നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. കംപ്ലീറ്റ് പൊട്ടാറ്റോ ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ അതേ ടെക്സ്ചറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഇത് എത്രത്തോളം ഫ്രൈ ആയിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൗണ്ട് ഒന്നുകൂടെ കേൾപ്പിക്കാം.
ഇനി ഇതിലേക്ക് ഉപ്പും മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. ഇത് വേണമെന്നില്ല, ഇതില്ലാതെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ പൊട്ടാറ്റോ ഫ്രൈ ചെയ്യുമ്പോൾ എവിടെയും ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത്. ഇനി മുളക് പൊടി വേണ്ടാത്തവർക്ക് ഉപ്പ് മാത്രമായിട്ടും ഇടാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ള പാത്രത്തിൻ്റെ അടിയിലും സൈഡിലൊക്കെ ഹോൾ ഉണ്ടായതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഈ മുളക് പൊടി ഉപ്പും കൂടെ മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടി. ഇത്ര സമയം മതി, ഇത്രേ പണിയേ ഉള്ളൂ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഫ്രഞ്ച് ഫ്രൈസിൻ്റെ അതേ ടേസ്റ്റ് തന്നെ ആയിരുന്നു. അതേ ക്രിസ്പിനെസ്സും എല്ലാം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ആകുമ്പോൾ കുറച്ചുകൂടെ നല്ലത് നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.